Aliens. റൊണാൾഡോ എന്തെങ്കിലും പോണ്ടേ? ഓ അവിടെ പണി കുറവാ. പിന്നെ ഒരു വണ്ടി ഇരിക്കുന്ന അവിടെ നിൽക്കുന്നതിന് ചെയ്യാനേ ഉള്ളൂ. മുരളി പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഒരു വണ്ടിയേ ആ വർക്ക്ഷോപ്പിലൊരു പയ്യനുണ്ടല്ലോ രാത്രി കിടക്കുന്നേ, അവന് ചെയ്യാനുള്ള പണിയുള്ളൂ. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ് വരണ്ടാന്ന്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയുള്ള ഭയങ്കര തിരക്കായിരുന്നു. വണ്ടി ഇഷ്ടംപോലെ വണ്ടിയുണ്ട്, പണിയുണ്ടെന്ന് പറഞ്ഞല്ലോ. കഴിഞ്ഞ ആഴ്ച പണിയുണ്ടായിരുന്നു, അതെല്ലാം പണിഞ്ഞിറങ്ങിപ്പോയി. ഇനി വണ്ടി വരണം. സത്യമാണോടാ? അതെന്താ ഒരു വിശ്വാസമില്ലാത്തൊരു ചോദ്യം പോലെ. ഞാൻ എന്താ അന്യനാണോ? മാതാവാണ് അല്ല നിങ്ങളാണ്. പിന്നെ എന്തോ നീ കഴിഞ്ഞ ആഴ്ച കിട്ടിയ പൈസ റോസ്മേരിക്ക് അയച്ചു കൊടുത്തില്ലേ? പിന്നെ മൊത്തം അയച്ചു കൊടുത്തല്ലോ. ഞാൻ അതിൽ 100-200 രൂപ കണ്ടേ എടുത്തുള്ളൂ. സത്യം പറയണം. സത്യം. അപ്പൊ പിന്നെ ഇതിനാ മറ്റേ റോസ്മേരി ക്ലീറ്റോനെ വിളിച്ചിട്ട് നീ പൈസ അയച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞത്? അവക്ക് എപ്പ അയച്ചു കൊടുത്താൽ അവള് അങ്ങനെ ഒരു പരാതി പറച്ചിലുള്ളയാണല്ലോ. അതുകൊണ്ട് ഞാൻ അയച്ചു കൊടുത്തില്ലേ. അയച്ചു കൊടുത്താ? ഞാൻ ക്ലീറ്റോനെ വിളിക്കട്ടെ? കൊടുത്തു. പിന്നെ 2 പ്രാവശ്യമായിട്ട് കുറച്ച് അയച്ചു കൊടുത്തു. നിന്നെ ഉണ്ടല്ലോ നിന്നെ എന്ത് ചെയ്താ മതി? നിന്നെ കൊടുത്തല്ലോ. കൊടുത്തതാണോ അത്? എന്റെ മെമ്പർ നോത്തി. ഇനി ആയാലും അവള് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കേണ്ട കൈ ഞാനാണോ? അവളുടെ കയ്യിലോട്ട് ഒരുമിച്ച് 10,000-4,000 രൂപ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൾ അവിടെ ഫ്ലിപ്കാർട്ടിന്റെ ഒരു ഏജൻസി തുടങ്ങും. അറിയാവോ? വെറുതെ അല്ല നിന്നെ അവൾ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുക, നിന്നെ ചീത്ത വിളിക്കുകയും ചെയ്യുന്നത്. നിന്റെ കയ്യിലിരിപ്പ് ഇതാണ്. അത് കയ്യിലിരിപ്പിന്റെ അല്ല. എന്നെ പോലെ പാവങ്ങളായ ഭർത്താക്കന്മാരോട് ചില പെണ്ണുങ്ങൾക്ക് ഇച്ചിരി ഒക്കെ ഉള്ള ഒരു ഭരണം. റോസ്മേരി ആയിരിക്കും. അല്ല, ഇത് വേറെ കോളാണ്. കോൾ എടുക്ക്. അല്ല, ഇത് വേറെ എടുക്കാം. വെറുതെ ചുമ്മാ കിടന്നിട്ട് ഓരോ കഥ പറയാൻ. ചേച്ചി ആരാന്ന് നോക്കിയ? അയ്യോ കുഞ്ഞമ്മച്ചി, യാത്ര അങ്ങോട്ട് വെക്ക്. അമ്മച്ചി എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? എന്തോ മുന്നറിയിപ്പ്? നിന്നെ കാണാൻ എന്തോ മുന്നറിയിപ്പ്? എന്തോ മുന്നറിയിപ്പ് ഉണ്ടെങ്കിലേ വരാൻ പറ്റത്തോളോ? അവന് പിടിച്ചില്ലെന്ന് തോന്നുന്നു ഞാൻ വന്നത്. താളം അടിച്ചടി മാറ്റത്. എന്തൊരു യാത്രയാ ഇതങ്ങ്. കുഞ്ഞമ്മച്ചി എല്ലാം കഴിച്ചായിരുന്നോ? എന്റെ പൊന്നുമക്കളെ എല്ലാം നെയ്യാറ്റങ്കര ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയില് ഊപ്പൻ ചായ ഒരെണ്ണം കുടിച്ച് വയറ് കത്തിയിട്ട് വൈകാടി എന്തായാലും ഉണ്ടെങ്കിൽ എടുക്ക് കഴിക്കായി. അടുത്തുണ്ട്. പിന്നെ അവിടെ എന്തൊക്കെയാ വിശേഷങ്ങള്? എല്ലാരും സുഖമായിട്ടിരിക്കുന്ന? നമ്മുടെ വടക്കേക്കരയിലെ ലാസർ വച്ചാപ്പനല്ലേ, അങ്ങാര് 2 മാസം കൊണ്ട് കടപ്പ പനി പിടിച്ച്. അയ്യോ, എന്നിട്ട് ആശുപത്രി കൊണ്ടുപോയില്ലേ? ഒന്നും പറയണ്ട, അവരാ നാട് മൊത്തം ആശുപത്രി കൊണ്ടുപോയില്ലേ. ഇങ്ങനെ മരുന്നും എല്ലാം കുടിക്കൂ. വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം, അല്ല വേറെ എന്തോത്തിന്. ആരാടാ? അത് എന്റെ ഒരു കൂട്ടുകാരെ. നീ ഫോൺ എടുക്ക, അവരെന്തൊരു അത്യാവശ്യത്തിനായിരിക്കും വിളിക്കുന്നത്. അതെ, ഞാൻ പണിക്ക് ഉണ്ടെന്ന് അറിഞ്ഞോണ്ട് കറങ്ങാൻ പോകാൻ വിളിക്കുന്നത്. നല്ല കൂട്ടുകെട്ട, നല്ല കൂട്ടുകെട്ട. ഇങ്ങനെയുള്ള കൂട്ടുകെട്ടൊക്കെ ഉള്ള. നല്ല കൂട്ടുകെട്ടൊന്നും ഇല്ല. 4 പൈസ ഉണ്ടാക്കുന്നവന്മാരോട്ട് കൂട്ടുകൂടുക. മക്കള് കഴിച്ചോ? ഇല്ല. ഫോൺ എടുക്കടാ, എന്നോട് വിളിക്കുന്നല്ലേ. ഫോൺ എടുക്ക. അതാ നേരത്തെ വിളിച്ചതാ. അയ്യോ, ഹലോ മക്കളെ, ഞാൻ റൊണാൾഡോന്റെ അമ്മയാടാ. അമ്മച്ചിയാ വിളിക്കുന്നേ. കട്ട് ചെയ്തേ. ഇവിടെ ഉണ്ട്. അയ്യോ, ഞാൻ പറയാം മക്കളെ, പറയാം. മോൻ ഫോൺ വെക്ക്. ശരിയാ, നോക്ക്. എടാ, ഇതാരാന്നാ പറഞ്ഞത് നിന്റെ? കൂട്ടുകാരനോ? ഒരിക്കലടിച്ച് പൊട്ടിക്കണം. എന്റെ പൊന്നുമോളെ വർക്ക്ഷോപ്പിൽ നിന്ന് ഓണറാ വിളിച്ചേ. അവിടെ 2 ബൈക്ക് പണിയാൻ വലിച്ചൊറിച്ചിട്ടിട്ട് ഇവനെ 7-8 വട്ടം വിളിച്ചെന്ന്. ഇവൻ ഫോൺ എടുക്കുന്നില്ലെന്ന്. അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഓണറാണെന്ന് വിളിച്ചേ. ദൈവമേ, അപ്പൊ ഇവൻ ഇച്ചിരി മുമ്പ് എന്നോട് പറഞ്ഞത് അവിടുന്ന് പണിയില്ല, അവിടെ ഉള്ള ഒരു പയ്യന് മാത്രമേ പണിയുള്ളൂ, പൊക്കോളാൻ പറഞ്ഞെന്ന്. ദൈവമേ, ഫോൺ വന്നപ്പോ പറഞ്ഞെന്താന്നറിയോ? ഒരുത്തൻ കറങ്ങാൻ പോകാൻ വിളിക്കുവന്ന്. എടാ, എന്താ നിന്റെ ഉദ്ദേശം? നിനക്ക് പണിക്ക് മര്യാദയ്ക്ക് പോകാൻ കഴിയത്തില്ലേ? നിനക്ക് 2 പിള്ളേരുണ്ടെന്നുള്ള വിചാരം ഉണ്ടോടാ നിനക്ക്? ഉണ്ടോടാ? അല്ല കുഞ്ഞമ്മച്ചി, അച്ഛൻ പണിക്കൊക്കെ പോവാറുണ്ട്. നീ മിണ്ടരുത്. നീ ഇവനെ വളം വെച്ച് കൊടുക്കരുത്. ഇവനെ നന്നാവും പറഞ്ഞോട്ടെ ഇവൻ നിങ്ങളുടെ വഴിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അന്നേരം നിങ്ങൾ അവന്റെ വഴിക്ക് കയറി പോവാ. നിന്നെ ഇനി ഞാൻ വെറുതെ വിടത്തില്ലടാ. ഇത്രയും നാൾ ഇത്രയും പ്രായമായി 2 കൊച്ചുങ്ങളുടെ തന്തയെന്ന് ആലോചിച്ചോക്കെ. ഇവന് എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോന്ന്? എന്റെ ദൈവമേ, നാട്ടുകാർ മൊത്തം ഇവനെ വായി നോക്കിയെന്നാ വിളിക്കുന്നത്. ഒരു പെറ്റതുള്ള സൈക്കോടി ഇത്. അതല്ല കുഞ്ഞമ്മച്ചി, അവൻ ഇന്നലെ വരെ ശരിക്കും പണിക്ക് പോയായിരുന്നു. ഇന്നിപ്പോ എന്തോ വയ്യാത്തതിന്റെയാണ്. എന്റെ പൊന്ന് തങ്കം, ഇവനെ ഇങ്ങനെ തലയെ കയറ്റി വെച്ച് വഷളാക്കാനായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വിടത്തില്ലായിരുന്നു. എന്റെ കർത്താവിനാണോ സത്യം.
നിന്നെ ഞാൻ ശരിയാക്കി തരാം. എടാ നിന്നെ പെറ്റത് ഈ വെറോണിക്കാണെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കി ഞാൻ തരാം. ഇപ്പം തരാം ഞാൻ. നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും എല്ലാം തള്ള നാണം കെട്ടടാ. നിനക്കൊരു ജോലി ഇല്ല. നിനക്ക് ഞാൻ ശരിയാക്കി തരാം. നമ്പർ എന്ത് ചെയ്യാ? ഞാൻ റെഡി. പണിയൊക്കെ ശരിയാക്കി തരാം ഞാൻ നിനക്ക്. അമ്മച്ചി കുളം മാറി നിൽക്കുക. എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. സംഭവിച്ചെങ്കിലേ കണക്കായി പോയി. കണക്ക് വേലക്കള്ളൻ. നിനക്ക് 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 എന്തിനാണ് നോണ പറയുന്നത്? നീ എന്തിനിങ്ങനെ നോണ പറയുന്നത്? എന്തൊരു സാധനമാണ്. അല്ല പിന്നെ എന്നിട്ട് എന്തായി? എന്താവാൻ, എന്താണ് തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരെയോ ഫോൺ ചെയ്ത് പുറത്തോട്ട് പോകണുണ്ട്. അല്ല ഒരു കാര്യമുണ്ട്, അവൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താ അത് നടപ്പിലാക്കിയിട്ടല്ലാതെ അവളടങ്ങത്തില്ല. അത് ശരിയാ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞമ്മച്ചിക്ക് കണ്ണും മൂക്കും ഒന്നും കണ്ടുകൂടാ. അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് അവന് മര്യാദയ്ക്ക് എന്തെങ്കിലും ജോലിക്ക് പോയാൽ എന്താ? പിന്നെ ജോലിക്ക് പോണില്ലേ? ജോലിക്ക് പോകുന്നുണ്ടല്ലോ. ഇന്നിപ്പോ ഏതെങ്കിലും പാട് പിടിച്ച പണിയായിരിക്കും, അതായിരിക്കും പോവാഞ്ഞത്. അല്ലെങ്കിൽ ഇങ്ങനെ ഈ തന്നോളം വളർന്ന ആണുങ്ങളെ ഇങ്ങനെ തല്ലാനൊക്കെ പാടുണ്ടാ. അതും കൊടുക്കും, തല്ലുകയും ചെയ്യും. ആ കുംഭകർണ സേവ കഴിഞ്ഞ് വന്ന് എന്തൊരു ഉറക്കായിരുന്നു കേട്ടോ. സമയം എത്രയെന്ന് വല്ല അറിയോ? എത്ര നീ വാച്ച് നോക്കണം. 2 ദിവസമായിട്ട് അമ്മ റെസ്റ്റ് ഇല്ലാതെ ഓടയല്ലേ. പിന്നെ എന്ത് ചെയ്യാനാ? 2 ദിവസമായിട്ട് ഭയങ്കര ഓട്ടമല്ലേ അമ്മ. പിന്നെ ഓട്ടവും ചാട്ടവും ഒക്കെ ജോലിക്ക് വേണ്ടി ആവശ്യം തന്നെയാണ്. പക്ഷെ നിന്റെ ശരീരവും ആരോഗ്യമൊക്കെ നോക്കിക്കൊള്ളണേ മോനെ. ചെറുങ്ങനെ നല്ല ക്ഷീണമുണ്ട്. അമ്മ ഒരു കർമ്മനിരതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയായിരുന്നു അമ്മ. ആ അമ്മയാണ് ഒരു പോലീസുകാരനോട് പറയണത് ഓടരുത്, ചാടരുത്, നിൽക്കരുതെന്ന്. നമ്മൾ എപ്പോൾ വിളിച്ചാലും പോണം, വരണം, നിക്കണം, ചാടണം, ഓടണം, എല്ലാം വേണം. പറഞ്ഞ ഓട്ടത്തിനനുസരിച്ച് വല്ലതും കഴിക്കാൻ കൂടെ വേണമെന്ന്. എന്നാണെ ഇപ്പൊ ഇച്ചിരി 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 ഒക്കെ തിന്നുള്ളൂ. കഴിക്കാൻ തോന്നുന്നില്ല. കഴിക്കാൻ കുറച്ച് ശീലിച്ച പിന്നെ അങ്ങനെ അങ്ങായി പോകും. ചായ ഇട്ടില്ലേടി? ചായട്ടല്ല, കുഞ്ഞമ്മച്ച വന്നിട്ടുണ്ട് കേട്ടോ. ആ അത് പറ. അതാണ് ഇവിടെ ഒച്ചയപ്പാളൊക്കെ ഭയങ്കരമായിട്ട് കേട്ടത്. എനിക്ക് തോന്നി നല്ല കലിപ്പില്ല. കാര്യം എന്തായിരിക്കും കാര്യം? കാര്യം എന്തുവാ? ആ ചെറുക്കന്റെ കാര്യമാണ് കൂടുതലും അവർക്ക്. അത് കാര്യമുള്ള കാര്യമല്ലേ. അതിനകത്തിപ്പോ നമ്മളവരുടെ കാര്യമില്ല അല്ലേ അമ്മ? എന്നാലും അവരെ കാര്യങ്ങള്. ആ വോട്ട് സാരമില്ല, നമുക്ക് നമ്മുടെ കാര്യങ്ങളില്ലേ. നീ എനിക്കൊരു ചായ ഇടേ. ഞാൻ ചൂടാക്കട്ടെ. ഞാൻ ഒന്ന് പോവോ കഴി. അമ്മയ്ക്ക് വേണം ചായ? ഓ കനകൻ സാറേ, കനകൻ സാറേ. ആ ഇതാരെ ടീച്ചർ വെറുതെ ഇറങ്ങിയതോ? അല്ല, നമ്മളിവിടെ ഭാരതി വിദ്യാൻ സ്കൂളില്ലേ, അവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതിനു വേണ്ടി ഇറങ്ങിയതാ. അത് ശരി. ഇന്റർവ്യൂ കഴിഞ്ഞായിരുന്നു എന്നിട്ട്? ഇല്ല, ഉച്ചയ്ക്ക് ശേഷമാണ്. ലില്ലേ എന്തോ? അപ്പൊ പിന്നെ വിചാരിച്ചു ഇങ്ങോട്ടൊന്ന് ഇറങ്ങാന്ന്. പിന്നെ നന്നായില്ലേ? ആരാ? ടീച്ചർ. ടീച്ചർ എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ നമ്മള് സ്കൂളിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഭാരതി വിദ്യാവന്. അപ്പൊ അതിനു വേണ്ടി വന്നതാ. എങ്ങനെ സ്കൂളിനെ കുറിച്ചുള്ള അഭിപ്രായം? മാനേജ്മെന്റ് സ്ട്രോങ് ആണ്. അതെ അല്ലേ? കാലും വയ്യാത്ത നീ എന്റെ പേഴ്സിന് പൈസ കൊടുത്തോളാം. പേഴ്സിനകത്ത് ഒരു മകൻ സ്വന്തം അമ്മച്ചിയുടെ പേഴ്സിന് പൈസ എടുക്കാൻ പറ്റത്തില്ലേ? നീ എത്ര രൂപ എടുത്ത? 100 രൂപ എടുത്തോളൂ. നീ 100 എടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ച നീ അയക്കാന്ന് പറഞ്ഞ പൈസയിൽ 1 രൂപ പോലും നീ റോസിക്ക് അയച്ചു കൊടുത്തില്ലല്ലോടാ. അത് ഞാൻ എന്റെ ഒരു കൂട്ടുകാരൻ ജസ്റ്റ് ഒന്ന് മറിക്കാൻ കൊടുത്തമ്മ. കൂട്ടുകാരൻ ജീവിച്ചാൽ മതി, വീട്ടിലുള്ളവരാരും ജീവിക്കട്ടെ. പറഞ്ഞു മനസ്സിലാക്കിയ പോലെ ഇത്രയും വലിയ ആളെ തല്ലണോ? ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാനോ? ഇവനെ അടി കൊടുത്താൽ എടാ മോനെ, നീ ഇവിടെ ഉണ്ടായിട്ടാണ് ഇവനെ നന്നാക്കാത്തത്. അമ്മച്ചി ഇത്രയും വലിയ ആളെ തല്ലണോ? ഇവനെ തല്ലണോന്ന്? ഇവന്റെ കാല് ചവിട്ടി ഓടിക്കണം. ഇവൻ പലവട്ടമായി പൈസ തരത്തൂല, കൈ ഇരിക്കുന്ന പൈസ എടുത്തോണ്ട് പോകും. ഇവര് വെറുതെ തമാശക്ക് എങ്ങനെ കാണിക്കുന്നു? ഇങ്ങോട്ടിറങ്ങി വളപ്പത്. എന്റെ പൊന്നു മോനെ, കഴിഞ്ഞ ആഴ്ച റോസിക്ക് ഇവൻ പൈസ അയച്ചു കൊടുക്കാനുള്ളത്. 1 രൂപയും അയച്ചു കൊടുത്തതില്ല. അവക്കടെ ഫോൺ വന്നാൽ ഇവ എടുക്കത്തുമില്ല. നോക്ക, ട്യൂഷൻ ഫീസ് പോലും ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടില്ല. എന്തിനാ പറയുന്ന? കഞ്ഞി പോലും വെച്ചിട്ടില്ല. റേഷനരി മേടിക്കാൻ പോലും 100 രൂപ ഇല്ല. അറിയാമോ? ഇവ കുഞ്ഞു കളിച്ച് കേറി നടക്കുന്നവൻ. അമ്മച്ചി പോയി. ഇതിനൊരു തീരുമാനം ഞാൻ എടുക്കും. ഈ തീരുമാനം എടുത്തോണ്ടല്ല ഞാൻ വന്നതും. എല്ലാവരുടെയും കൂടെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്.
തീരുമാനം ഞാൻ അറിയിപ്പിക്കുന്നുണ്ട്. വല്ലോറൊക്കെ ചെല്ലു മുമ്പിൽ കുഞ്ഞമ്മച്ചി, നാണം ചെല്ലു. കെടുത്ത് നിന്റെ കാല് ഞാൻ തൊട്ടോടിക്കും. കാല് നീ പോ അങ്ങോട്ട്. ചെല്ലു മുമ്പിൽ കുഞ്ഞമ്മച്ചി. നാണം കെടുത്തെന്ന് നീ തള്ളേ. അച്ചിപ്പോ അമ്മയും മോനെ നല്ല ബോണ്ടാന്ന് തോന്നുന്നു. അത് ഞാൻ വളർന്നായിട്ട് അമ്മച്ചി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഇപ്പോഴും ഇള്ള കുഞ്ഞാന്ന് നല്ലോണം ഉപദ്രവിക്കും. ടീച്ചർ വന്നത് നല്ല സമയത്തായിട്ടോ. എല്ലാരും ആ മടല് ഒടിയതിനെ തന്നെ അടിച്ചാലേ. അതെ എന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ വേണ്ടി എന്തോ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അറിയാം എന്റെ കൂടെ സപ്പോർട്ട് ചെയ്തിരിക്കണേ. അപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യേ, ഒരു കൊച്ച് ടീച്ചർ കൊച്ചു പോയോ? പോയി. ആ. ഇവനെ ഞാൻ ഇനി വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഗൾഫിലേക്ക് അങ്ങ് വിടാൻ പോവാ, ജെറാളിന്റെ അടുത്തേക്ക്. ഗൾഫിലാട്ടോ? ആ ഗൾഫിലൊന്നും ഞാൻ പോകത്തില്ല. ആഹാ, നീ പോകത്തില്ല? ഇല്ലടാ, നീ പോകത്തില്ല? ഇല്ല. ആഹാ, നീ പോവും. നീ പോയേ പറ്റൂ. റോസ്മേരി ഇന്നലെ പാസ്പോർട്ടും കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട് അവന്. അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മച്ചി അങ്ങോട്ട് കയറി പോയത്. ഞാൻ ഇവിടെ വിട്ട് അങ്ങോട്ടും ഇല്ല. നീ പോവും. ചത്താനും പോകൂലല്ലോ. ആഹാ, നീ ചത്താനും പോകത്തില്ല. നീ ഇങ്ങനെ കേറി ഇറങ്ങി നടന്നു. എന്റെ ചേച്ചി, ഒരു ജോലി സ്ഥിരം വേണ്ടേ മോനെ? കുടുംബം നോക്കണ്ടവനില്ലേ? 2 കുഞ്ഞുങ്ങളുണ്ട്. ഇവന് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. നാളെ എന്റെ കണ്ണടഞ്ഞ ആ കുഞ്ഞുങ്ങൾ വഴിയാതാരം ആവോ ഇല്ല? പറ. നീ പറഞ്ഞത് നേരാ റൊണാൾഡേ. ആ, നാളെ കുഞ്ഞുങ്ങൾക്കെന്ന് പറഞ്ഞ് എന്തെങ്കിലും കരുതി വെക്കണ്ടേ? കുഞ്ഞമ്മച്ചി ഉറപ്പിച്ചാണോ പറയുന്നത്? എല്ലാം ഉറപ്പിച്ചു മക്കളെ. ക്ലീറ്റോനോട് കൂടി എന്തെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ മതി. ഞാൻ ആദ്യമേ അവനെ വിളിച്ചേ, ക്ലീറ്റോയെ വിളിച്ചേ. അവനും ഇതെല്ലാം അറിയാം കേട്ടോ. ഇതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് ഇവനോടുള്ള സ്നേഹം എനിക്കറിയാം. പക്ഷെ ഇതുകൊണ്ടൊന്നും മക്കളെ ജീവിതമൊന്നും ആവത്തില്ല കേട്ടോ. 4 കാശ് ആരോഗ്യം ഉള്ളപ്പോഴേ ഉണ്ടാക്കാൻ പറ്റൂ. പറഞ്ഞു കൊടുക്കും മക്കളെ. അല്ല, ഗൾഫിലോട്ടൊക്കെ പോയാ അവന് എന്ത് ജോലി കിട്ടാനാ? അതൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഗൾഫിൽ ജെറാൾഡിന്റെ അടുത്ത് തന്നെ ജോലി ശരിയാക്കിയിട്ടുണ്ട്. മാസം 40,000 ഒരു സെയിൽസ്മാനായിട്ട്. എന്താ അവര് പോയാ? അന്നേരം ഇവനിവിടെ കയറി ഇറങ്ങി നടക്കണം. ഫോൺ വരുന്നു. ഫോൺ വരുന്നുണ്ട്. ജെറാൾഡാ. ഹലോ മക്കളെ, എടാ സുഖം അപ്പച്ചനൊക്കെ സുഖം മക്കളെ. പിന്നെ എടാ, റോസ്മേരി എല്ലാ പാസ്പോർട്ടിന്റെ എല്ലാത്തിന്റെ കോപ്പി നിനക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ ശരിയാ, ഉടനെ ശരി മക്കളെ. ഇവനെ ഇനി ഇവിടെ നിർത്താൻ ഒക്കത്തില്ല. വൈകിട്ട് വിളിക്കാം മക്കളെ. നീ പോ, ജോലിക്ക് ഇരിക്കേ. ശരി മക്കളെ, വെച്ചോടാ, ഞാൻ വൈകിട്ട് വിളിക്കാം. നീ വിളിക്കേ. അല്ല, അമ്മച്ചോടെ വീച്ചുണ്ടോ? ശരി മക്കളെ, വെച്ചേടാ. കുഞ്ഞ ജെറാൾഡാ, കണ്ടല്ല കാര്യങ്ങളുടെ കിടപ്പ്. എല്ലാം ഫാസ്റ്റായിട്ട് അവ മൂവ് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇടാ കയറി പോകേണ്ട വരും. അന്നേരം പിന്നെ അയ്യോ അണിഞ്ഞില്ലെന്ന് പറഞ്ഞോണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞോണ്ട് അവരൊന്നും എടുക്കാണ്ടെന്ന് പറഞ്ഞോണ്ട് നീ വേഗം വാ, കൊടുക്കാങ്ങളായാൽ എല്ലാം റെഡിയാക്കി വെക്കണം. എപ്പോഴാ കയറി പോകേണ്ടതെന്ന് അറിയാൻ പറ്റത്തില്ല. എന്തുവാ ഞാൻ ഇതൊക്കെ ഒന്ന് പറയാനോ മക്കളെ ഇങ്ങോട്ട് വന്ന? കനക എപ്പോഴും ഇല്ലല്ലോ. അവനറിയണ്ടേ നമ്മുടെ വീട്ടിലൊരു കാര്യം നടക്കുമ്പോൾ. എനിക്കതെന്താന്ന് അറിയത്തില്ല. നടുവിനങ്ങ് ഭയങ്കര കുത്തല്ല. എനിക്കറിയത്തില്ല. ഞാൻ ഒന്ന് കിടക്കട്ടെ ഒന്ന്. എന്താന്നറിയത്തില്ല. എന്താ ചെയ്യാനാ? ഇവതൊക്കെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പാടാ ചോട്ട്. എനിക്കങ്ങനെ പോകാൻ പറ്റത്തില്ല. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ തേങ്ങ പിടിക്കാനും വിറവ് പിടിക്കാനും അമ്മയ്ക്ക് ട്രഷറി പോകാനൊക്കെ വേറെ ആരാ ഉള്ളത്? നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ പറയുന്നത്? നീ ഒന്ന് പോയിട്ട് വാ. എല്ലാവരോടും എൻ്റെ അപേക്ഷയാണ്, നിങ്ങൾ പറയുന്ന എന്ത് ജോലിയും ഞാൻ ചെയ്തോളാം. രാത്രിയും പകലും ഒരേപോലെ ചെയ്തോളാം. എന്നെ പറഞ്ഞു വിടരുത്. നിങ്ങളൊന്ന് പറയണം പ്ലീസ്. എനിക്ക് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. ഇങ്ങനെ രണ്ട് കരയിൽ പറഞ്ഞാ കൊല്ലുവോ? വെയിലായത്. കുഞ്ഞമ്മച്ചിയേ എവിടെ പോയി? എടി, ഞാൻ ഈ താഴെ സുലുവിന്റെ അടുത്ത് വരെ പോയതാ. വന്നിട്ട് അവളെ ഇന്ന് കണ്ടില്ലല്ലേ. ഞാൻ ഇവിടെ മുഴുവൻ അന്വേഷിക്കണ്. എന്ത് തിരക്കി വന്ന ഉടനെ? പിന്നെ അച്ചാച്ചന്റെ കാര്യം പറയാനായിരുന്നു.
എന്റെ പൊന്നു ലില്ലി, നീ അത് മാത്രം സംസാരിക്കരുത്. ഞാൻ എല്ലാം തീരുമാനം ഉറപ്പിച്ചിട്ടാന്നല്ല ഇങ്ങോട്ട് വന്നെല്ലാം പറഞ്ഞത്. അതിന്റെ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. അതല്ല കുഞ്ഞമ്മച്ചി, ഇപ്പം അവൻ പണിക്ക് പോകാത്താണല്ലോ പ്രശ്നം. അപ്പൊ അവിടെ പോയി അവൻ എന്തെങ്കിലും പണിക്ക് പോകണം. ഇവിടെ ആണെങ്കിലും പണിയെടുത്താ പോരെ, പൈസ കിട്ടിയാ പോരെ. ഇവിടെ പണിയെടുത്ത റോസ്മേരി ഇന്നലെ പറഞ്ഞ് കരച്ചിലും പിടിച്ചിലും ആയിരുന്നു. ഞാൻ ആ വളം വെച്ച് കൊടുക്കുന്നേ വേണ്ട. അവരുടെ ജീവിതം മൊത്തം പോയി. ആ കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു ഭാഗം അയച്ചു കൊടുക്കുന്നില്ല. റോസ് ചേച്ചിയോട് ഞങ്ങള് പറയാം. ഒരു കാര്യം ചെയ്യാം, റൊണാൾഡിന്റെ കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഗ്യാരണ്ടി. നിങ്ങൾ എന്തൊരു ഗ്യാരണ്ടിയാ തരുന്നത്? ഒരു ഗ്യാരണ്ടി ഇല്ല. ഇനി അത് ഒരു മാറ്റവും ഇല്ല. കാരണം ഇതേപോലെ വായി നോക്കി നടന്നത് ആ ജെറാൾഡ് ഇവിടെ പൊട്ടു പണിയാട്ട്. അവന്റെ ജീവിതം കുറെ നാൾ എന്ത് വരുന്നു. ഞാൻ പറഞ്ഞ് വെളിയിൽ വിട്ട് അവന് വീടായി കാറായി ഇപ്പൊ അവിടെ സെറ്റപ്പായി. എന്റെ കുഞ്ഞ് രക്ഷപ്പെട്ട്. അവന്റെ നല്ല ഭാവിക്കില്ലേ ഞാൻ ഈ ചെയ്യുന്നത്, അല്ലാതെ എനിക്ക് ഏതാണ്ട് മിഴുകാനാന്ന് ആണോ? നിങ്ങൾ വളം വെച്ച് കൊടുക്കല് മക്കളെ. ആ കാര്യത്തിന് ഒരു മാറ്റവും ഇല്ല. അവൻ ഇവിടുന്ന് പുറത്ത് പോയാൽ അവൻ രക്ഷപ്പെടും. എന്തി എല്ലാരും ഇടിച്ച് നാരികളും എടുക്കണമെങ്കിൽ ചൂടെടുത്തിട്ട് കഴിഞ്ഞ് താഴ്ന്ന് കയറി വന്ന് എനിക്ക് ദാഹിച്ച് ചാവുന്നു. എല്ലാം തീരുമാനിച്ചിട്ടാ വന്നത്. ഓട്ടെ, നമ്മളീ കിടന്ന് ചാത്ത എന്താ കാര്യം? എന്ത് ചെയ്യൂ ചെറുക്കനെയും കൊണ്ട്. പക്ഷെ എന്നാലും കുഞ്ഞമ്മച്ചി ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചു. അതേന്നേ, ഒരു കാര്യം ഞാൻ പറയാം, അവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യൂട്ടാ. കുഞ്ഞമ്മച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോ. ഒന്നല്ലെങ്കിൽ ഞാൻ ചെറുക്കന് മറ്റേ വിമാനത്തിൽ നിന്ന് എടുത്ത് ചാടാൻ പറ്റുവാണെങ്കിൽ അവൻ അങ്ങനെ ചെയ്യും. പക്ഷെ എന്റെ ആഗ്രഹം ഇതേമേ പോവല്ലേ എന്നാണ് ചേച്ചി. ഒന്നാമത്തെ വേറൊരു കാര്യമുണ്ട്, അവൻ ഈ മിണ്ടുമ്പോ എന്തെങ്കിലും വായിലിട്ട് ചവയ്ക്കാനും, പിന്നെ ഈ പറയുന്ന പോലെ ഈ പൊണ്ണത്തടി മാത്രമുള്ള അത്ര ആരോഗ്യമുള്ളവനല്ല. എവിടെയെങ്കിലും ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങണം. അതിനിടയ്ക്ക് ആവതില്ലാണ്ടല്ല, അവൻ അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുറത്ത് ചൂടത്ത് പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ചെറുക്കൻ ഇത് വല്ലതും പറ്റുമോ? വിശക്കുമ്പോ ഇവന് തോന്നുമ്പോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? പെറ്റകളൊക്കെ എന്താ തോന്നാത്തത്? വിശക്കുമ്പോ പല ടൂൾസ് ഒക്കെ എടുത്ത് തിന്നാൻ പറ്റുമോ? എന്തെങ്കിലും ഒക്കെ കുറച്ചുകൊണ്ടൊക്കെ. പിന്നെ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങാനോ ഒന്നിനും പറ്റൂല. അവിടെയാണെങ്കിൽ ഭയങ്കര ചൂടാന്നൊക്കെ പറയണേ. മറ്റേ ക്ലീറ്റ പോയതല്ലേ. ഇനി ഇത് ഒന്നും പോട്ടെ, ഇപ്പൊ ഈ ജെറാൾഡിന്റെ അടുത്തുള്ള സ്ഥലത്തോട്ടാ വിടണേന്ന് പറഞ്ഞു. അവിടെ പോയിട്ട് ഇനി എന്തായിരിക്കും? ഇടി പെണ്ണെ, പലപ്പോഴും ഇവര് പറയണ ജോലിയൊന്നും അല്ല കിട്ടുന്നത്. വല്ല മരുഭൂമിയിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യോ? നമ്മള് മറ്റേ സിനിമ കണ്ട പോലെ അതിനൊക്കെ ആണെങ്കിൽ പൊന്നെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യും, കുഞ്ഞമ്മച്ചി പറഞ്ഞ കേട്ടിട്ടില്ലെങ്കിൽ റോസ്മേരിനോട് പറ ഇങ്ങനെയുള്ള കാര്യം. പിന്നെ അതല്ലേ എല്ലാം അയച്ചു കൊടുത്തത്. അതിപ്പോ 40,000 ഒന്ന് കേട്ടപ്പോ ഒരു സ്നേഹമില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. മക്കളുണ്ടെന്ന് പറഞ്ഞ് ചാവാൻ പറ്റുമോ? കഷ്ടമാണ്. ആരേച്ചി ഈ നേരത്തെ ആര് വരാനോ? ഇങ്ങോട്ടാണല്ലോ സുലിച്ചേച്ചൻ അങ്ങോട്ടും. എടി അതാ ടീച്ചർ. ഇതെന്ത്? അവര് കല്ല് കിടപ്പുണ്ടിട്ടാ മോളെ, അത് മാറ്റിയിടണം. എത്ര ഏട്ടാ? ഇന്റർവ്യൂ നടന്നില്ല. അയ്യോ, അവിടെ കൊറേ പേരുണ്ടായിരുന്നു, ലേറ്റ് ആയി. പിന്നെ ഞാൻ വീട്ടിൽ പോകണ്ടെച്ചപ്പോ ഞാൻ ഇങ്ങോട്ട് പോന്നു. പിന്നെ ഇന്റർവ്യൂ ഇനി നാളെ പോണം. നാളത്തേക്കാ? നല്ല കാര്യം. ഇനിയിപ്പോ ഇവിടുന്ന് അത്രത്തോളം ദൂരം പോയി, പിന്നെ നാളെയും വരണ്ടേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടേക്ക് വരാന്ന് കരുതി. അതെ, നല്ല തീരുമാനമായി. നീ അകത്തോട്ട് എന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുളിച്ച് എവിടെയെങ്കിലും സമാധാനത്തിൽ കിടന്ന് ഉറങ്ങാൻ നോക്ക്. കനകസാറില്ലേ? ഉണ്ട്. എന്നാ ഞാൻ പോട്ടെ. ശരി, എന്നാ നാളെ കാണാം. ഏട്ടാ വാ. ടീച്ചറിന്റെ ഇന്റർവ്യൂ നടന്നില്ല എന്ന്. അയ്യോ, ഒന്നും പറയണ്ട എന്റെ കനക സാറേ. ഇന്റർവ്യൂ തുടങ്ങിയപ്പോ തന്നെ നേരം വൈകി. പിന്നെ രാത്രി ആയിപ്പോ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് നാളെ ഇനി ഇന്റർവ്യൂ ഉള്ളൂ. പിന്നെ എന്റെ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും കുറച്ച് നേരം ആവും. ചിലപ്പോ നേരം വൈകിയാലോ. അപ്പൊ പിന്നെ കരുതി ഇങ്ങോട്ട് പോന്നാലോ എന്ന്. ഇങ്ങനത്തെ വീടുണ്ടല്ലോ. പിന്നെ നന്നായി. പിന്നെ വെറുതെ ഇനി അങ്ങ് പോയിട്ട് രാവിലെ ഫ്രഷ് ആവോ? ശരി, വാ. അമ്മച്ചി ഒന്നുമില്ല. നമുക്ക് ആശുപത്രി പോവാം, കുഴപ്പമില്ല. അയ്യോ അമ്മച്ചി, ഞാൻ ഉണ്ടിവിടെ. അമ്മച്ചി ഒന്നുമില്ല. വെള്ളം എടുത്ത്. അമ്മച്ചി ഇല്ല, ഒന്നുമില്ല. ഇല്ല ചത്തിട്ടൊന്നുമില്ല.
ചേച്ചി എന്താ എന്തുവാ? രാത്രി കിടന്ന് അലവിളിച്ച് ശ്വാസം കിട്ടുന്നില്ല, ശ്വാസം ചേച്ചി വെള്ളം കൊണ്ടുവാ. എടാ, മോനെ ഇങ്ങനെ ഇട്ടണ്ട. ആശുപത്രി കൊണ്ടുപോടാ. അത് പിന്നീട് ഇപ്പൊ ഇന്നും ഒരു കുഴപ്പമില്ല. അമ്മേ വെള്ളം കൊടുക്കാൻ പോകുന്നു. കുറച്ച് കൊടുത്താ മതി. ഇതല്ലേ ഞാനേ വണ്ടി പുറം തടവി വെക്ക്. അമ്മ ഇതെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളത്? എങ്ങനെ നന്ദി പറഞ്ഞ അറിയില്ല കനകൻ സാറേ. കൊള്ളാം. നോക്കണേൽ അങ്ങനെയൊക്കെ ഉണ്ടോ? എന്നാലും ഏയ് പോവല്ലേ. ഇത് ബാഗിൽ വെച്ചു. അയ്യോ ഇതെന്തായാലും ഇല്ലേ, ഇത് ഉച്ചക്കത്തേക്കുള്ള ചോറ്. എങ്ങാനും ഇന്റർവ്യൂ ചിലപ്പോ താമസിച്ചാലോ. അതിനൊന്നും ആവശ്യമില്ലായിരുന്നു. വിശക്കുമ്പോ എന്തെങ്കിലും കഴിക്കണ്ടേ? ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വിളിക്കണം, വീടെത്തിയിട്ട് വിളിക്കണേ. തീർച്ചയായിട്ടും വിളിക്കാം. എവിടെ അമ്മയും മോനും? ഇവിടെ ഉണ്ട്. അമ്മച്ചി കൊണ്ടൊന്ന് നടക്കാൻ ഇറങ്ങിയതാ. എന്തായിരുന്നു ഇന്നലെ അവിടെ പ്രശ്നം? ഇന്നലെ കപ്പ ചതിച്ച്. കപ്പയോ? ആ, എന്നെ ഗൾഫിൽ വിടുന്ന പ്ലാനിങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴേ തങ്കച്ചേട്ടത്തി കപ്പ പുഴുങ്ങി കൊടുത്തു. സന്തോഷത്തിൽ കുറെ കപ്പയെ പുഴുങ്ങിയത് കഴിച്ച് കട്ടൻ കാപ്പി അടിച്ച് ഗ്യാസ് ഇളകി. അമ്മച്ചിക്ക് എന്നോട് സ്നേഹമില്ല, കപ്പയ്ക്ക് എന്നോട് സ്നേഹം കൊടുത്തു. ചെറിയൊരു പണി കൊടുത്തു. അല്ല, എന്തായി അമ്മച്ചിയുടെ പ്ലാൻ? മോനെ പറഞ്ഞേക്കുന്നുണ്ടോ? ഇനി ഇവനെ എങ്ങും വിടുന്നില്ല. മരിക്കാൻ നേരത്തെ എന്റെ കണ്ണടയാൻ നേരത്തെ ഒരു കുഞ്ഞെങ്കിലും എന്റെ അടുത്ത് വേണ്ടേ. മൂത്തവനാണെങ്കിൽ കടലിനക്കരെ അവിടെ പോയി കിടക്കുക. ഇനി എന്റെ പൊന്നുവനെ ഞാൻ എങ്ങും വിടുന്നില്ല, എന്റെ അടുത്ത് നിക്കട്ടെ. അപ്പൊ ജോലിക്ക് പോയില്ലെങ്കിലാ? അതൊക്കെ ജോലിക്ക് പോവും എന്റെ പുത്ത്. അമ്മച്ചി പറഞ്ഞാ കേൾക്കില്ല മക്കളെ. ഇന്നലെ എന്റെ കുഞ്ഞിന് എന്തിനു വിഷമാർന്നെന്നറിയാമോ എനിക്ക് വന്നപ്പോ കഷ്ടം. കാല് ഭയങ്കര വേദന. മക്കളെ ഞാൻ ഒന്ന് കിടക്കട്ടെ. ഓക്കെ ശരി ടീച്ചറെ, ഇനി കാണാം നമുക്ക്. ശരി. എന്നാ പിന്നെ ഞാന് ശരി, ഓൾ ദി ബെസ്റ്റ്.